നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയ പരാജയങ്ങളെപ്പറ്റി സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ നേതൃത്വങ്ങളും പ്രതികരിച്ചു. കപ്പൂർ പഞ്ചായത്തിലെ അമേഠിക്ക് 38-ാം ബൂത്തിൽ BJP അവിടെ ഒരിക്കലും കേരളത്തിൽ എന്നെ അറിയാവുന്ന UDF-ന് അറിയാവുന്ന ആർക്കും പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഒരു കാരണവശാലും നമ്മൾ ചില ഐഡിയോളജിയോടുള്ള ഡിഫറൻസാണ്. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം ഞാൻ വെച്ച് പുലർത്തിയിട്ടുള്ളത് ആ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വിയോജിപ്പാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ BJP-യുമായിട്ടോ SDP-യുമായിട്ടോ PDP-യുമായിട്ടോ ഒരു കൂട്ടുകെട്ടുമില്ലാതെ ആധികാരികമായിട്ടൊരു വിജയം UDF-ന് തൃത്താലയിലും കേരളത്തിലും നേടാൻ സാധിച്ചു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതേസമയം LDF സ്ഥാനാർത്ഥി SDP കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. PDP പരസ്യമായി LDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ നിലപാടെടുക്കുകയും ഫ്ലക്സ് ബോർഡുകൾ ഉയർത്തുകയും ചെയ്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. RSSൻ്റെ വോട്ടും സ്വാഭാവികമായി കഴിഞ്ഞ തവണത്തേതുപോലെ ഇത്തവണ അവർക്ക് തന്നെയാണ് പോയിട്ടുണ്ടാവാൻ സാധ്യത. ഞാൻ പക്ഷേ തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നു, അത്തരത്തിലുള്ള ഏത് അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ശക്തമായ ഒരു തിരിച്ചുവരവ് തൃത്താലയിൽ UDF-ന് ഇത്തവണ. അല്ല, തെരഞ്ഞെടുപ്പ് പരാജയപ്പെടും തൃത്താലയിൽ എന്നുള്ളത് ആ കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ വിജയിക്ക് ഞാൻ ആദ്യമായി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ പോരാട്ടമാണ്. അതിൽ ജയപരാജയങ്ങളുണ്ടാവും. അത് വ്യക്തിപരമായിട്ട് എടുക്കുന്നില്ല. ഞാനിതിനു മുമ്പ് പരാജയപ്പെട്ടിട്ടുണ്ട്, പിന്നെ വീണ്ടും ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ രാഷ്ട്രീയമായിട്ടേ കാണുന്നുള്ളൂ. പിന്നെ തൃത്താലയുടെ കാര്യത്തിലാണെങ്കിൽ 5 വർഷം തൃത്താലയിൽ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ വികസനത്തിൻ്റെ അടയാളങ്ങൾ തമസ്കരിക്കാനോ മായ്ച്ചു കളയാനോ കഴിയാത്തതാണ്. അപ്പോൾ തൃത്താല ഏൽപ്പിച്ച ചുമതല അന്തസ്സായി തന്നെ നിറവേറ്റിയെന്ന അഭിമാനത്തോടെയാണ് ജനവിധി മാനിച്ച് ചുമതലയൊഴിയുന്നത്. ജനവിധിയാണല്ലോ, ബാക്കി കാലം തെളിയിക്കേണ്ടതാണ്. സംസ്ഥാനത്താകെയുള്ള ഒരു ട്രെൻഡായിട്ടാണ് കാണുന്നത്. അത് അങ്ങനെ ഒരു ട്രെൻഡ് സംസ്ഥാനത്താകെ ഉണ്ടാവുമ്പോൾ കടുത്ത മത്സരം നടക്കുന്ന ഇഞ്ചിനിഞ്ച് പോരാട്ടം നടന്ന തൃത്താലയിൽ മാത്രം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഫലം നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. എന്തായാലും ഒരു കാര്യം പറയാനുള്ളത്, ഞങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ്. തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ വനവാസത്തിന് പോവില്ല. ജനങ്ങൾക്കിടയിൽ ഉണ്ടാവും, തെരുവിൽ സമരമുഖത്തുണ്ടാവും. അങ്ങനെ വളർന്നു വന്നവരാണ്. അപ്പോൾ വനവാസത്തിന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. മന്ത്രിയായിരിക്കെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടയാളുണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്തോ ഒരു പുതിയ കാര്യം സംഭവിച്ചു എന്നുള്ള മട്ടിൽ തന്നെ കാണണം. ഞാൻ എൻ്റെ എല്ലാ വിശദാംശവും മനസ്സിലാക്കിയിട്ടില്ല. അത് പിന്നീട് വിശകലനം ചെയ്യേണ്ടതാണ്. ഒരു വിഭാഗം രാഷ്ട്രീയ പാർട്ടികൾ ഈ ഇലക്ഷനിൽ കിറ്റ് കൊടുത്ത്, സാരി കൊടുത്ത്, മദ്യം കൊടുത്ത്, ഗൂഗിൾ പേ ചെയ്ത് പണം കൊടുത്ത്, പണത്തിൻ്റെ സ്വാധീനത്തിൽ പാവപ്പെട്ടവരായവരെ വോട്ട് ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു. ജനവിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ, ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ വോട്ട് ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു. അതിനുള്ള ചൊട്ട മറുപടിയാണ് തൃശ്ശൂർ ജനത നൽകിയത്. BJP 3-ാം സ്ഥാനം പോവും, BJP ആയിട്ടല്ല മത്സരം എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. നിങ്ങളോട് മുമ്പ് തന്നെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് ഞാൻ സ്ഥാനാർത്ഥിയായപ്പോൾ തന്നെ മാധ്യമ സുഹൃത്തുക്കളായ നിങ്ങളോട് സംസാരിച്ചിരുന്നു. ഞാൻ BJP ആയിട്ടല്ല, LDF ആയിട്ടാണ് സ്വാഭാവികമായിട്ട് മത്സരം എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. സുരേഷ് ഗോപി തൃശ്ശൂരിനോട് കാണിച്ച നന്ദികേടിൻ്റെ ഒരു ലീഡ് കൂടിയാണ്. തൃശ്ശൂരിനോട് കാണിച്ച നന്ദികേടും തന്നെ പറയാം. കൊടുത്ത മറുപടിയാണ്. തീർച്ചയായിട്ടും തൃശ്ശൂർ ഗോപി വളരെ പ്രതീക്ഷയോടെ ജനങ്ങൾ വിജയിപ്പിച്ചു. ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് സുരേഷ് ഗോപി വിജയിച്ചില്ലെന്ന് മാത്രമല്ല, അത്രയ്ക്കും തൃശ്ശൂരിനെ അവോയ്ഡ് ചെയ്തു, ജനങ്ങൾ ഒഴിവാക്കി. UDF-ന് അനുകൂലമായ ഒരു രാഷ്ട്രീയ തരംഗം സംസ്ഥാനത്തുള്ളത് പോലെ തന്നെ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലുമുണ്ട്. മാത്രമല്ല, ഞാൻ മേയറായി ഇപ്പോൾ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ഇന്ന് ജനങ്ങൾ ഓർക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി വോട്ട് ചെയ്ത പ്രിയപ്പെട്ട എല്ലാവരോടും, വോട്ടർമാരോടും സുഹൃത്തുക്കളോടും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഹായിച്ച എല്ലാവരോടും ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. തുടർന്നുള്ള കാലഘട്ടത്തിലും ഈ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെ സഹായവും ഉണ്ടാകണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിൽ അഭിമാനകരമായ തെരഞ്ഞെടുപ്പ് വിജയം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. 13-ൽ 9 സീറ്റുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട്. UDF വർഗീയ ശക്തികളുടെ കൂട്ടായ്മയോട് കൂടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഭരണം നഷ്ടപ്പെട്ടിട്ടുള്ള അസ്വസ്ഥതയുടെ ഭാഗമായി കേരളത്തിൽ അധികാരത്തിൽ വരാൻ വേണ്ടി
മതനിരപേക്ഷ മൂല്യങ്ങളെ ബലി കൊടുത്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാക്കിയതെന്ന് പ്രാഥമികമായി പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയും. ആധുനിക കേരളത്തിന് തുടക്കമിട്ട അതിനടിത്തറയിട്ട ഗവൺമെൻറ് എന്നുള്ളതാവും പിണറായി സർക്കാരിനെക്കുറിച്ച് ജനങ്ങൾ വിലയിരുത്തുക എന്ന് ഞാൻ കരുതുന്നു. ആ ഗവൺമെൻറ് സഹായത്തോടുകൂടി കുന്നംകുളത്തിൻ്റെ എല്ലാ അടിസ്ഥാന പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നല്ലപോലെ നടന്നിട്ടുണ്ട്. തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കും നല്ല ഇടപെടലുണ്ടാകും. അതിനുവേണ്ടി എല്ലാവരുടെ സഹായങ്ങളുണ്ടാകണം. ജനങ്ങൾ UDFന് സമ്മാനിച്ച ഈ വിജയത്തിന് കാരണം ഭരണവിരുദ്ധ വികാരം ഈ LDF പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ ജനങ്ങളെ കഴിഞ്ഞ 10 വർഷക്കാലമായി ദുരിതത്തിൽ നിന്നും ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന കാഴ്ചയാണ് ജനങ്ങൾ അനുഭവിച്ചത്, നേരിട്ട് അനുഭവിച്ചത്. അതുകൊണ്ട് തന്നെ അത് അഴിമതിയാണെങ്കിലും ആരോഗ്യ മേഖലയുടെ തകർച്ചയാണെങ്കിലും ഒക്കെ തന്നെ അതിന്റെ ഒരു മറുപടിയാണ് ജനം നൽകിയത്. കോൺഗ്രസിനുള്ള സമ്മാനമാണ്, UDFനുള്ള സമ്മാനമാണ്. ഇന്നലെ തന്നെ ആഘോഷം തുടങ്ങിയവരാണ് മഹിളാവ്. ഇന്നത്തെ ആഘോഷം എങ്ങനെയായിരിക്കും? ഞങ്ങൾ മൂന്നാറിലെ ആഘോഷം തുടങ്ങിയായിരുന്നു. ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു കേരള ജനത ഈ വിധിയാണ് എഴുതാൻ പോകുന്നത്. 2001 മുതൽ 50 സീറ്റ് തോറ്റിട്ടേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിലത്തെ ചില സീറ്റുകളിൽ തോൽവി വരാൻ പോകുന്നുണ്ട്. ഇതൊരു അപ്രതീക്ഷിതമായ ഒരു മാറ്റമാണ്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഇടതു കോട്ടകളും തകർത്തെറിഞ്ഞുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് കാണുന്നു. എനിക്ക് നമ്മുടെ കേരള വോട്ടേഴ്സ് ഭയങ്കര ബുദ്ധിജീവികൾ, അവർക്ക് നല്ലോണം അറിയാം. അവർ പറയണത് ഞങ്ങൾക്കൊരു വ്യക്തി ഇഷ്ടപ്പെട്ടില്ലേ, അദ്ദേഹത്തെ വോട്ട് കൊടുത്താൽ ഈ ദുർഭരണം തുടരുമോ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് വോട്ട് കൊടുക്കില്ല. അങ്ങനെ ചില പോപ്പുലറായിരിക്കുന്ന മന്ത്രിമാരും LDF സ്ഥാനാർത്ഥികളും പുറകെയാണെന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു സന്ദേശം ഇതുതന്നെയാണ്. ജനങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് അവർക്ക് ഈ ഭരണത്തിനെ മാറ്റണം എന്നാണ് അവർ ആഗ്രഹം. ഇതൊരു വോട്ട് ഭരണമാറ്റത്തിന് തന്നെയാണ്. ഞങ്ങളുടെ സന്ദേശം കേട്ടിട്ട് പുതിയ വികസനവും പുതിയ രീതിയിൽ ഭരണം കാണാനാണ് ജനങ്ങൾ അതൊക്കെ നമ്മൾ മറ്റന്നാളൊക്കെ നോക്കാം. നിലപാടെടുത്തു. അതിൻ്റെ ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ വരണം എന്ന നിലപാടെടുത്തു. അതിൻ്റെ ഉജ്ജ്വലമായ വിജയമാണ് ഇന്നിപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് 3 സീറ്റ് ഞാൻ പറഞ്ഞതുപോലെ പാർട്ടി 2ആയി നിന്ന് ഒന്നിച്ചപ്പോൾ ആകെ 3 MLA-മാരായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ 3 MLA-യും ഒരു MP-യും പാർട്ടിക്കുണ്ടാകും എന്നാണ് ഞാൻ കാണുന്നതിന്. അതിൻ്റെ സൂചന കോർപ്പറേഷനിൽ നിന്ന് തന്നെ കിട്ടിയില്ലായിരുന്നോ? ജനങ്ങളെ മറന്നുകൊണ്ട് കമ്മ്യൂണിസത്തിൻ്റെ ABCD എന്താണെന്ന് അറിയാൻ വയ്യാത്ത നിലയിലേക്കുള്ള ധിക്കാരവും ധാർഷ്ട്യവുമായി പോയതിൻ്റെ തിരിച്ചടിയാണ് ഈ മേഖലയിലൊക്കെ വന്നിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലായിടത്തും ഞാൻ അകത്ത് നിന്നുകൊണ്ട് വിശദമായ കണക്ക് എനിക്കറിയില്ല. എല്ലായിടത്തും, കാരണം ഒരു വികാരം വന്നാൽ എല്ലായിടത്തും വരുമല്ലോ. ചാത്തന്നൂർ മാത്രം വരാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ആ നിലയിലേക്കുള്ള ജനങ്ങൾ ഗവൺമെന്റിനെ വെറുത്തിട്ട് നടത്തിയ വിധിയെഴുത്താണ്. ധർമ്മടത്തിന്റെ രാഷ്ട്രീയ ചരിത്രം കേരളത്തിന്റെ പൊതുമനസ്സിന്റെ കൂടെ സഞ്ചരിക്കുകയാണ്. ഞാൻ തുടക്കം മുതൽ കേരളത്തിൽ ഞാൻ പറഞ്ഞു ധർമ്മടം പിടിക്കും, ധർമ്മടം ജയിക്കും. പക്ഷേ അത് ഏറ്റുപറയാൻ ആരും ഉണ്ടായിരുന്നില്ല. ആ പ്രചരണ രംഗത്ത് പോലും സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒറ്റയ്ക്ക് പ്രചരണം നയിക്കേണ്ടി വന്നു ഇവിടുത്തെ നേതാക്കന്മാരും പ്രവർത്തകർക്കും. 5 റൗണ്ടിൽ നിങ്ങൾ ആലോചിക്കേണ്ടത് 1,00,000-ത്തോളം അല്ലെങ്കിൽ 20,000-ത്തോളം ലീഡ് കിട്ടേണ്ടിടത്താണ് ഇപ്പോഴും 5 റൗണ്ടിൽ 1 റൗണ്ടിൽ പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രി ലീഡ് കിട്ടാതെ പോകുന്നത്. ഇത് വിജയിച്ചതിന് തുല്യമാണ്. ഇനി ഇതിന്റെ നെറ്റ് റിസൾട്ട് എന്താണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. കാരണം പ്രവർത്തന സ്വാതന്ത്ര്യമുള്ളിടത്ത്, പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുള്ളത്, ഞങ്ങൾക്ക് പോസ്റ്റർ ഒട്ടിക്കാൻ പറ്റിയെടുത്ത്, ഞങ്ങൾക്ക് വീട് കയറാൻ പറ്റിയെടുത്ത്, ഞങ്ങൾക്ക് വോട്ട് ചോദിക്കാൻ പറ്റിയെടുത്ത്, സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് പര്യടനം നടത്താൻ പറ്റിയെടുത്ത് മുഴുവൻ ഇതാ കേരളത്തിലെ ലോകത്തിന്റെ മുഴുവൻ മലയാളികളുടെ മുന്നിലും അഭിമാനത്തോടു കൂടി പറയാണ് UDFന് വേണ്ടി UDFന്റെ പ്രവർത്തകർ ലീഡ് പിടിച്ചിരിക്കുകയാണ്. ഇത് രാഷ്ട്രീയപരമായി പിണറായി വിജയന്റെ പരാജയമാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, 3 പഞ്ചായത്തുകൾ UDF ചരിത്രത്തിൽ ഒരിക്കലും പഞ്ചായത്ത് തുടങ്ങിയതിൽ പിന്നെ ഒരിക്കലും ഭരിച്ചിട്ടില്ലാത്ത പഞ്ചായത്താണ് ചെമ്പിലോട്. എല്ലാ കാലത്തും ഇടതുപക്ഷത്തിന്റെ കൂടെ ശക്തമായി നിന്ന പഞ്ചായത്താണ് അഞ്ചരക്കണ്ടി. പിണറായി വിജയന്റെ വീടിരിക്കുന്ന പഞ്ചായത്താണ്. നിങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യണം. പിണറായി വിജയന്റെ വീടിരിക്കുന്ന പഞ്ചായത്തിലാണ്. വേങ്ങാട് പഞ്ചായത്തിൽ പോലും പിണറായി വിജയൻ ലീഡ് നേടിയിട്ടില്ല. എന്തിനാണ് പിണറായി വിജയൻ കേരളത്തിനകത്ത് ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്, ജനങ്ങളെ ഫേസ് ചെയ്യുന്നത് എന്ന് പിണറായി വിജയൻ ലോകത്തോട് തുറന്നു പറയണം. അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന വേങ്ങാട് പഞ്ചായത്തിൽ അദ്ദേഹം പറയിൽ പോയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ബൂത്തിന്റെ വീടിരിക്കുന്ന പരിശോധിക്കുന്നേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന പഞ്ചായത്തിൽ പോലും ജനങ്ങളെ വിശ്വാസം നേടാൻ അദ്ദേഹത്തിന് സാധിച്ചില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ പരാജയവും അത് ഏറ്റുവാങ്ങിയിട്ട് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അദ്ദേഹം മാറി നിൽക്കണം. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇനി എണ്ണേണ്ടത് പെരളശ്ശേരിയാണ്, ഇനി എണ്ണേണ്ടത് ധർമ്മടമാണ്, ഇനി എണ്ണേണ്ടത് പിണറായി പഞ്ചായത്താണ്. ഞങ്ങളെ ബൂത്തിൽ ഇരുത്താൻ സമ്മതിക്കാത്ത പ്രദേശങ്ങൾ, ഞങ്ങളെ ബൂത്തിൽ നിന്ന് ആട്ടി ഓടിച്ച പ്രദേശങ്ങൾ,
ഞങ്ങളുടെ പ്രവർത്തകരുടെ എന്റെ ബോർഡുകൾ, എന്റെ പ്രചരണ ബോർഡുകൾ, എന്റെ പോസ്റ്ററുകൾ വ്യാപകമായി മോഷ്ടിച്ചു കൊണ്ടുപോയ പ്രദേശങ്ങൾ. അതുപോലെ തന്നെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എടക്കാട് പോലീസ് സ്റ്റേഷനിലും ചക്കരക്കൽ പോലീസ് സ്റ്റേഷനിലും പരാതിയുണ്ട്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ലോകം മുഴുവൻ കണ്ടതാണ് എന്റെ പര്യടനം തടഞ്ഞ പ്രദേശങ്ങൾ. ആ പ്രദേശങ്ങളിലേക്കാണ് എനിക്ക് കടന്നു പോകേണ്ടത്. അവസാന ദിവസം 6 ദിവസവും ആ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തിട്ട് ഞാൻ അന്നും പറഞ്ഞു, ഞാൻ മാധ്യമങ്ങളോട് മുഴുവൻ പറഞ്ഞു, 40 ലക്ഷം ചെലവഴിക്കേണ്ടിടത്ത് 40 കോടി രൂപയാണ്. വേടന്റെ പരിപാടി ഉൾപ്പെടെ കണ്ടു, എക്സ്പെൻഡിച്ചറിൽ രേഖപ്പെടുത്തിയിട്ടില്ല. 40 കോടിയോളം രൂപ അവസാനത്തെ 6 ദിവസവും സാമ്പത്തികം അതുപോലെ ഒഴുക്കിയിട്ടും ഈ ഘട്ടത്തിൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായും ധർമ്മടത്ത് രാഷ്ട്രീയപരമായി UDF വിജയിച്ചു കഴിഞ്ഞു. തളിപ്പറമ്പിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ മാറേണ്ടി വന്ന ഒരാളാണ് ഞാൻ 5 വർഷക്കാലം. അതുകൊണ്ട് ഇപ്പോഴും പ്രതീക്ഷയിലാണ്. പെരളശ്ശേരിയും ധർമ്മടവും പിണറായിയും കടന്ന് കേരളം കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷം കൊടുക്കണം. കേരളത്തിലെ നല്ലൊരു ഭൂരിപക്ഷം നൽകി അവർ ജനങ്ങൾ ജയിപ്പിച്ചു. ഇവിടെ കടന്നു വന്ന് എന്നോടൊപ്പം ജനങ്ങളുടെ വികാരം പങ്കുവെച്ച, ജനങ്ങളോട് എനിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച രാഹുൽ ഗാന്ധിക്ക് നന്ദി. എന്റെ നേതാവ് KC വേണുഗോപാൽ, അദ്ദേഹം ഇവിടെ വന്ന് എന്നോടൊപ്പം സൈക്കിൾ ചവിട്ടി, അദ്ദേഹത്തിന് നന്ദി. രാഷ്ട്രീയം ഇവിടെ അവസാനിച്ചു. പുതുപ്പള്ളിയുടെ കേരളത്തിന്റെ വികസനമാണ് എന്റെ ലക്ഷ്യം. അല്ല, ജനങ്ങളുടെ സ്നേഹം, ജനങ്ങളുടെ കരുതല്, ജനങ്ങളോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും. എന്റെ ജീവിതം കൊണ്ട് ഞാൻ മറുപടി പറയും. ഇത് ഉമ്മൻചാണ്ടിയുടെ വിജയമാണ്. 14ാമത്തെ വിജയമാണ് ഉമ്മൻചാണ്ടിയുടെ. ആ വിജയത്തിന്റെ നാന്ദിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. മാത്രമല്ല, കേരളത്തിലും ഉമ്മൻചാണ്ടി തരംഗമാണ്. 5 വർഷത്തെ ഉമ്മൻചാണ്ടി ഗവൺമെന്റും 10 വർഷത്തെ ഇടതുപക്ഷവും തമ്മിൽ കമ്പയർ ചെയ്തു. ജനസമ്പർക്ക പരിപാടിയുള്ള അടക്കമുള്ള പരിപാടി നടത്തി. അതാണ് UDF. നവകേരള സദസ് എന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിച്ചു. ജനം തിരിച്ചറിഞ്ഞു. ഉമ്മൻചാണ്ടി തരംഗം.